ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിലേ വെറൊരു പേപ്പറല്ല. ഇപ്പം ഇങ്ങനെ കണ്ടാൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ പേപ്പറായി ഇങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ എന്താ വെച്ചാൽ അതൊരു ധൈര്യമാണ്. ഈ സാധനം ഒരു ധൈര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിത്തൊരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ആ ഇൻഷുറൻസ് പരിവാഹനിൽ അപ്ഡേറ്റ് ആണോ നോക്കണം. ഞാനിപ്പോൾ തന്നൊരു ഇൻഷുറൻസ് തന്നു നിങ്ങൾക്ക്, ആ ഇൻഷുറൻസ് ഇപ്പോൾ നിങ്ങൾ പരിവാഹനിൽ അപ്ഡേറ്റ് നോക്കുന്നു. സാധാരണ നോക്കല്ല, വിശ്വാസം കൊണ്ടായിരിക്കാം. അപ്പോൾ ഇന്ന് ഒരു സംഭവം എന്താ വെച്ചാൽ ഇവിടെയുള്ള ഇൻഷുറൻസൊക്കെ തന്നു. ഞാൻ ആ വണ്ടിൻ്റെ ഇൻഷുറൻസ് എങ്ങനെ നോക്കിയാലും സിസ്റ്റത്തിൽ കിട്ടില്ല, സൈറ്റിലും കിട്ടില്ല, എവിടെയും കിട്ടില്ല. അപ്പോൾ ഞാൻ ഇയാൾ പറഞ്ഞു ഈ ഇൻഷുറൻസ് ഫേക്കാണ്, ഈ ഇൻഷുറൻസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ അയാൾ ഇങ്ങനെ പറയാം അതല്ല ഇത് അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇൻഷുറൻസ് ഫേക്കാണ്, 100% ഫേക്കാണ്, നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞു. പരിവാഹനിലും ഇല്ല, സിസ്റ്റത്തിലും ഇല്ല, എവിടെയില്ല. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ എന്നാൽ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അന്ന് ശനിയാഴ്ച ഓഫീസില്ലല്ലോ പൊതുവേ. ഞാൻ വിളിച്ച് സംസാരിച്ചു, കണക്ട് ചെയ്തു, നോക്കുന്ന സമയത്ത് ഫേക്കാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ PDF ആയിട്ട് ആരോ ഒരാൾ എഡിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആ സാധനം നമുക്കിവിടെ ഇൻഷുറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ചതിക്കൂലും പെടാതിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മറ്റത് ഓരോ വാക്ക് പറയുമ്പോഴും എത്ര ആളുകൾ പറയണം. അപ്പോൾ ഒരു വീഡിയോ ആകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് അടച്ചാൽ എൻ്റെ അടുത്ത് നിന്നാണെങ്കിലും എവിടെ നിന്ന് ഇൻഷുറൻസ് അടച്ചാലും പരിവാഹൻ്റെ സൈറ്റ് കയറി നോക്കുക. പരിവാഹനിൽ കയറി നോക്കുക കേട്ടോ. അല്ലാതെ കാർ ഇൻഫോ പോലത്തെ സൈറ്റുകൾ കയറി നോക്കില്ല. നല്ലത് പരിവാഹനാണ്. പരിവാഹനാകുമ്പോൾ കൃത്യമായിട്ട് ആ ഇൻഷുറൻസ് ഏതിലാണോ ഇൻഷുറൻസ് കയറിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് കാണാൻ കഴിയും. 2 ദിവസം 48 hours അപ്ഡേറ്റ് ആവുള്ളൂ. യുണൈറ്റഡിൽ സാധാരണ ഇന്ന് കൊടുത്ത നാളെ അപ്ഡേറ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയത്തിൽ ആരും പോവാതെ ശ്രദ്ധിക്കുക. ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ സ്വീകരിക്കണം എന്നറിയിക്കുന്നു. താങ്ക് യു.